ലെവൽ 5 യെല്ലോ ക്രോസ് ഓൺ ടോപ്പ്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ലെവൽ 4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കണ്ടീഷൻസാണ് കിട്ടുക. ഫസ്റ്റ് കണ്ടീഷൻ യെല്ലോ സെൻറ്റർ മാത്രം. ഈ കോർണർ പീസിലുള്ള കളർ ഉണ്ടല്ലോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ആംഗിളാണ്, എൽ ഷേപ്പിൽ കിട്ടും. തേർഡ് കണ്ടീഷൻ യെല്ലോ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ക്രോസ്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഓൺലി യെല്ലോ സെൻറ്റർ ഓൺ ടോപ്പ്, യെല്ലോ സെൻറ്റർ മാത്രം. ഈ ഒരു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റൊട്ടേറ്റ്, ടോപ്പ്, പിന്നെ റൈറ്റ് റിവേഴ്സ്, ടോപ്പ് റിവേഴ്സ്, പിന്നെ ഫ്രണ്ട് റിവേഴ്സ്. ഈ യെല്ലോ സെൻറ്ററിൽ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് യെല്ലോ ആംഗിൾ കിട്ടും. കോർണറിൽ യെല്ലോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഞാനത് ഒഴിവാക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ അത് ഒഴിവാക്കാം. ഓക്കെ നമുക്കിപ്പോൾ യെല്ലോ ആംഗിൾ കിട്ടി. ഈ യെല്ലോ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ യെല്ലോ ആംഗിൾ ഒരു 9 o'clock എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക ക്യൂബ്. എന്നിട്ട് സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ലൈൻ കിട്ടും. ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് ടോപ്പിലേക്ക് എടുക്കുക, ടോപ്പിലത് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റിവേഴ്സ്, ടോപ്പ് റിവേഴ്സ്, ഫ്രണ്ട് റിവേഴ്സ്. ഓക്കെ, നമുക്ക് യെല്ലോ ലൈൻ കിട്ടി. യെല്ലോ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ യെല്ലോ ലൈന് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുക, വെർട്ടിക്കലി അല്ല, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ട് സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ക്രോസ് കിട്ടും. ഓക്കെ, നമുക്ക് യെല്ലോ ക്രോസ് കിട്ടി. അപ്പോൾ ലെവൽ 5 കംപ്ലീറ്റഡ്.